ഒരു വീടിന്റെ മുഖച്ഛായ നിശ്ചയിക്കുന്നത് അതിന്റെ മുറ്റമാണ്. മുറ്റത്തിന് സ്റ്റോൺ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ബ്യൂട്ടി, ഡ്യൂറബിലിറ്റി എല്ലാം നോക്കണം. ഇന്ന് കേരളത്തിൽ കോമൺ ആയി കണ്ടുവരുന്ന കോട്ടയാട് സ്റ്റോണുകളായ താന്തൂർ, കടപ്പ, കോബിൾ സ്റ്റോൺ, ബാംഗ്ലൂർ സ്റ്റോൺ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം. ആദ്യം നമുക്ക് താന്തൂർ സ്റ്റോൺസ് നോക്കാം. ഇത് തെലങ്കാനയിൽ നിന്നുള്ള ലൈം സ്റ്റോൺസ് ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഗ്രേ ടു ബ്ലൂയിഷ് ഷെയ്ഡ്സ് ആണ് ഇതിന് വരുന്നത്. ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്, അതുപോലെ തന്നെ നോൺ സ്ലിപ്പറിയും. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഈസി ടു ക്ലീനും ആയതുകൊണ്ട് തന്നെ വലിയ കോട്ടയാട് ഏരിയയിലേക്കും വാക്ക് വേസിലേക്കും ബെസ്റ്റ് ചോയ്സ് ആണ് താന്തൂർ സ്റ്റോൺസ്. ഇതിന്റെ സൈസ് വരുന്നത് 2x1, 2x2, 3x2, 4x2 ഫീറ്റുകളിലാണ്. അടുത്തത് കടപ്പ സ്റ്റോൺ. ഇതും ലൈം സ്റ്റോൺ തന്നെയാണ്, പക്ഷേ ഡാർക്ക് ബ്ലാക്ക് ഓർ ചാർക്കോൾ ലുക്കാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്ലീക്ക് ബ്ലാക്ക് ഫിനിഷും ഡ്യൂറബിളും വെതർ ഫ്രണ്ട്ലിയുമാണ്. മോഡേൺ ലുക്കും യൂണിഫോം ടെക്സ്ചറും തരുന്നത് കൊണ്ട് തന്നെ മുറ്റത്തിന് ഏറ്റവും സ്മാർട്ടായ ലുക്ക് തരുന്ന സ്റ്റോൺ ആണ് കടപ്പ. ബാംഗ്ലൂർ സ്റ്റോൺസ് എന്ന് പറയുന്നത് സാധാരണയായി കർണാടക ഗ്രാനൈറ്റ് വെറൈറ്റീസ് ആണ്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ വെരി ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആണ്. ഇതിന്റെ കളർ വെറൈറ്റീസ് നോക്കിയാലോ പിങ്ക്, വൈറ്റ്, ഗ്രേ എന്നിവയെല്ലാം അവൈലബിൾ ആണ്. ലൈം സ്റ്റോണിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടി ഹൈ ട്രാഫിക് ഏരിയയിലേക്ക് ബാംഗ്ലൂർ സ്റ്റോൺ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ്. ഇനി ഇവയുടെ സൈസിലേക്ക് വരികയാണെങ്കിൽ 4x2, 2x2, 3x2 എന്നിവയിലെല്ലാം ലഭ്യമാണ്. കോബിൾ സ്റ്റോൺ ട്രഡീഷണൽ ലുക്കിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് സ്റ്റോൺ ആണ് ഇവ. സ്മോൾ ക്യൂബ് ഷേപ്പിലും റഫ് ടെക്സ്ചറിലും വരുന്ന ഈ സ്റ്റോൺ സ്ലിപ്പ് റെസിസ്റ്റന്റും എക്സ്ട്രീംലി ഡ്യൂറബിളുമാണ്. ഒരു ഹെറിറ്റേജ് ആൻഡ് പ്രീമിയം ലുക്സ് തരുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ട്രഡീഷണൽ വീടുകളിൽ കോബിൾ സ്റ്റോൺ കൂടുതലായി കാണാം. കോബിൾ സ്റ്റോണിന്റെ സൈസ് പറയുകയാണെങ്കിൽ 4x4 ഇഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പല ഡിസൈനിലും നമുക്ക് വിരിക്കാം. നിങ്ങളുടെ മുറ്റത്ത് സ്റ്റോൺ വിരിക്കുമ്പോൾ സീലിംഗ്, റെയിൻ വാട്ടർ ഡ്രൈനേജിനുള്ള സ്ലോപ്പ്, സ്കിൽഡ് ലേബേഴ്സ് ഇവയെല്ലാം അത്ര തന്നെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ സിമന്റ് കൊണ്ടുണ്ടാക്കുന്ന ഇന്റർലോക്ക് ബ്ലോക്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ഇന്റർലോക്ക് ബ്ലോക്സ് മണ്ണിലേക്ക് വെള്ളം കടക്കാൻ ഇടയാക്കുന്നില്ല. അതുകൊണ്ട് ഭൂമിയിലെ നനവ് കുറയും. പ്രകൃതിയുടെ നാച്ചുറൽ വാട്ടർ സൈക്കിളിനെ അത് ബാധിക്കും. കൂടാതെ കളർ ഫീഡ് മെയിൻ്റനൻസ് ഇഷ്യൂസ് ഒക്കെ കൂടുതലാണ് ഇന്റർലോക്ക് ബ്ലോക്സ്. അതേസമയം മേൽപ്പറഞ്ഞ സ്റ്റോൺ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അത് ഭൂമിയിലേക്ക് വെള്ളം കടക്കാൻ സഹായിക്കുന്നു. ഇത് ഭൂമിക്ക് വളരെ നല്ലതാണ്. ഒരു വീടിന്റെ മുറ്റം എന്ന് പറയുന്നത് സിമ്പിൾ സ്പേസ് അല്ല, അത് ആ വീടിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെയാണ്. ശരിയായ സ്റ്റോൺ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യവും ഡ്യൂറബിലിറ്റിയും വർഷങ്ങളോളം നിലനിർത്തും. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ലേ മാർബിൾ ഗാലറി, ഓപ്പോസിറ്റ് സിവിൽ സ്റ്റേഷൻ, കാലിക്കറ്റ്.